മികച്ച ഭാവിക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വർഷങ്ങളുടെ പാരമ്പര്യം, ഏറ്റവും മികച്ച അക്കാഡമിക്. നിംസിലൂടെ പഠിക്കാം, ഉയരങ്ങളിലേക്ക് പറക്കാം. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, കൊച്ചി. 8714791666. കായിക രംഗത്തെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് കായിക മന്ത്രി ഒ.ജെ. ജനീഷ്. യുവതലമുറയെ ലഹരിയിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും മോചിപ്പിക്കണമെങ്കിൽ ഗ്രൗണ്ടുകൾ ഉണരണമെന്നും മന്ത്രി സൂചിപ്പിച്ചു. കൊപ്പം പ്രഭാപുരത്തെ ഇറാൻ സ്പോർട്സ് അരീന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകകപ്പ് ഫൈനൽ മത്സരവുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് അവധി കൊടുത്തത് ചിലർ വിമർശനമായി പറയുന്നുണ്ട്. ഇന്ത്യ ലോകകപ്പ് കളിക്കാത്ത വേളയിലാണ് ഇത്തരം തീരുമാനമെന്നാണ് വിമർശനം. നാം പിറകിലേക്ക് പോകുന്ന വേളയിലാണ് കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകി മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതെന്നും ഇതിനുള്ള ശ്രമം കൂടിയാണ് ഇത്തരം നടപടികളിലൂടെയെന്നും കായിക മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. അവധി കൊടുത്തപ്പോൾ പൊതുവിൽ ഒരു വലിയ വിമർശനം വന്നു. അങ്ങനെ ഒരു സ്കൂളിന് അവധി കൊടുക്കേണ്ടതുണ്ടോ? ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നില്ല, മാത്രമല്ല ഇന്ത്യ കായിക രംഗത്ത് ഒരുപാട് പുറകിലേക്ക് പോകുന്നു, കേരളം ഒരുപാട് പുറകിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അങ്ങനെ അവധി കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു ചർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവിൽ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പുറകിലേക്ക് പോകുന്ന സമയത്താണ് കൂടുതൽ പ്രോത്സാഹനം നൽകി മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ കായിക മേഖലയിൽ ഒരു കാലഘട്ടം മുഴുവൻ കേരളത്തിൻ്റെ സ്ഥാനം 1 അല്ലെങ്കിൽ 2 ആയിരിക്കും ഇന്ത്യയിൽ കേരളത്തിൽ കായിക മേഖലയുടെ സ്ഥാനം. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മളിങ്ങനെ പുറകിലേക്ക് പോകുന്നു. ഇപ്പോൾ 14-15 സ്ഥാനത്തേക്ക് നിൽക്കുകയാണ്. നമുക്കിതിനെ വീണ്ടും പഴയ പടിയിലേക്ക് വീണ്ടും കടന്നു വരണം. പഴയ രീതിയിലേക്ക് വീണ്ടും കടന്നു വരണമെങ്കിൽ ഈ കായിക മേഖലയിൽ മത്സരിക്കാനും കഴിവ് തെളിയിക്കാനും പ്രതിഭകളുള്ള കുട്ടികളെ അവരെ വീണ്ടും കണ്ടെത്തി ചാനലൈസ് ചെയ്ത് അവരെ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ മത്സരത്തിൻ്റെ ഭാഗമാക്കി അവരെ ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലേക്ക് ഇറങ്ങാനും ട്രാക്കിലേക്ക് ഇറങ്ങാനും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനും പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കാവുന്നതാണ്. കേരളത്തിന്റെ കായിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്താനുണ്ട്. കായിക രംഗത്ത് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കണം. വിദ്യാർത്ഥികളിലാണ് ഇനിയുള്ള പ്രതീക്ഷയെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. നമ്മുടെ കുട്ടികൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതിനേക്കാൾ താല്പര്യം മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ സാഹചര്യമാണ് ഇന്നുള്ളത്. സ്ക്രീൻ ടൈം ഒക്കെ ഓരോരുത്തരുടെ നോക്കിക്കഴിഞ്ഞാൽ 6-7 മണിക്കൂറായിരിക്കും എൻ്റെ ജീവിതം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇതിന്റെ പുറകിലേക്ക് പോയി ഈ ഫോണിന്റെ ഉള്ളിലേക്ക് കുത്തിയിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ശീലങ്ങളൊക്കെ കുറഞ്ഞ്, പന്ത് കളിക്കാൻ ഇറങ്ങുന്ന ശീലങ്ങളൊക്കെ കുറഞ്ഞ്, വ്യായാമം ചെയ്യുന്ന ശീലങ്ങളൊക്കെ കുറഞ്ഞ്, ഇതെല്ലാം നമ്മളുടെ കായിക മേഖലയെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറും. കായിക മേഖല മാത്രമല്ല, വ്യക്തിപരമായി നമ്മുടെ കൂടി ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറുകയാണ്. അപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം കടന്നു വന്നാൽ മാത്രമാണ് ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ കടന്നു വരികയുള്ളൂ, ഏറ്റവും മികച്ച സമൂഹമായി നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മളൊക്കെ വേണ്ടി ഗ്രൗണ്ടുകളിലേക്ക് ഇറങ്ങണം. ആ ഗ്രൗണ്ടുകളിലേക്ക് ഇറങ്ങാൻ ഒരു പ്രചോദനം വേണം. ആ ഗ്രൗണ്ടുകളിലേക്ക് ഇറങ്ങാൻ ഒരു പ്രചോദനമായി വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ടീമുകൾ മത്സരിക്കുന്ന ആ കളി കാണുമ്പോൾ ഏറ്റവും മികച്ചവരിൽ നിന്നാണ് ഏറ്റവും മികച്ചവരാകാനുള്ള പ്രചോദനം ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ വേൾഡ് കപ്പ് കാണാനുള്ള അവസരം നൽകിയത് അതുപോലെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ വേൾഡ് കപ്പിന് കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ കളിക്കാർ മൈതാനത്തേക്ക് കാലിൽ കൂട്ടണിഞ്ഞ് പന്ത് തട്ടാൻ ഇറങ്ങുന്ന ഒരു കാലം ഉണ്ടാകുമോ? അങ്ങനെ ഒരു കാലം ഉണ്ടായാൽ അതിൽ പകുതി കളിക്കാരെങ്കിലും കേരളത്തിൽ നിന്നായിരിക്കുമോ എന്നതടക്കമുള്ള സ്വപ്നങ്ങൾ നമുക്കുണ്ടാകണം. ഇറാം ഹോൾഡിംഗ്സിന്റെയും ഇറാം എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് ഇറാം സ്പോർട്സ് അരീന ആരംഭിച്ചിരിക്കുന്നത്. വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, കബഡി, ബാഡ്മിന്റൺ, 7 ഫുട്ബോൾ കളിക്കളങ്ങൾ, ആംഫി തിയേറ്റർ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഇത്. ചടങ്ങിൽ ഇറാം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് അധ്യക്ഷനായിരുന്നു. മന്ത്രി കെ.എ. തുളസി വിശിഷ്ടാതിഥിയായി. മുഹമ്മദ് മോസിൻ എം.എൽ.എ. മുഖ്യപ്രഭാഷണം നടത്തി. ഇറാം ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുതിയ വെബ്സൈറ്റ് പേജ് ഉദ്ഘാടനം ഡയറ്റ് പാലക്കാട് പ്രിൻസിപ്പൽ ഡോക്ടർ പി. ശശീന്ദ്രൻ നിർവഹിച്ചു. സെക്രട്ടറി സി.കെ. അബ്ദുൽ സമദ്, ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി. രാജേഷ്, വൈസ് പ്രസിഡന്റ് ബി.എസ്. മുഹമ്മദ് കാസിം, പട്ടാമ്പി നഗരസഭ ചെയർമാൻ ടി.പി. ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി.എം. മുഹമ്മദ് അലി, നീലടി സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശങ്കർ കൊട്ടാരത്തിൽ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം സി.എം. അമല, ഇറാം എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ ലൂയിസെ റോക്ക്, സി. ഉമ്മർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.